എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് കുണ്ടമൻകടവ് ഭാഗത്ത് നിന്ന് നമുക്ക് കുണ്ടമൻകടവ് മെയിൻ റോഡിൽ നിന്നും 700 മീറ്റർ മാറി നമുക്കൊരു ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ഇരുനില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 3,100 സെൻറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1,450 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് വലിയൊരു കാർ ഇടാൻ പറ്റിയ സ്പേസ് വരുന്നുണ്ട്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണർ വരുന്നില്ല, നമുക്ക് ലൈൻ കണക്ഷനാണ് വരുന്നത്. നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് 3000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വരുന്നുണ്ട്. നമ്മുടെ ടെറസിൽ ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കും വരുന്നുണ്ട്. നമുക്ക് ഈ വീട് ചോദിക്കുന്ന വാസ്തു പ്രകാരമാണ്. അതുപോലെ നമുക്ക് പടിഞ്ഞാറ് ദർശനത്തിലാണ് വീട് വരുന്നത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 58 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. നമുക്ക് ഈ വീട് ചോദിക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കണ്ടംപററി ഡിസൈനിലാണ് നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വൈറ്റ് കളറാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ നമുക്കൊരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ മതിലിൽ നമുക്ക് ചെറിയ രീതിയിൽ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് നമ്മൾ നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിലാണ് നമുക്ക് 3000 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്ക് വരുന്നത്. നമുക്കിവിടെ കിണറില്ലാത്തതുകൊണ്ട് കുടിവെള്ളത്തിന് നമുക്ക് ഫ്രണ്ടിൽ 3000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വരുന്നുണ്ട്. നമുക്ക് ടെറസിലൊരു ടാങ്ക് വരുന്നത് 1000 ലിറ്ററിൻ്റെയാണ്. ഇതാണ് നമ്മുടെ കാർ പോർച്ച് വന്നിട്ട് വലിയൊരു കാർ ഇടാൻ പറ്റിയ വലിയൊരു കാർ പോർച്ചാണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ വുഡൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്, അത് ഫുൾ നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ 3 ചുറ്റും നമുക്ക് കോമ്പൗണ്ട് തിരിച്ചിട്ടുണ്ട്, നമുക്ക് മതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വീടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല ഏരിയയും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ചെറിയ രീതിയിൽ ഗ്ലാഡിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് നമുക്ക് പ്ലാവാണ് വരുന്നത്. ഇത് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ വന്നിട്ട് നമുക്ക് വലിയൊരു ലിവിംഗ് ഏരിയയാണ് വരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് സെക്ഷനും വരുന്നുണ്ട്. നമ്മുടെ ലിവിംഗ് ഏരിയയിൽ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ കളർ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഫാം ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അകത്തെ കളറൊക്കെ നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചെറിയ രീതിയിൽ ഫാൻസി ലൈറ്റും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടി വി യൂണിറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു ടി വി യൂണിറ്റാണ് വരുന്നത്. എത്ര ഇഞ്ച് ടി വി ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു ടി വി യൂണിറ്റാണ് വരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കബോർഡിൽ നമുക്ക് നല്ല സ്റ്റോറേജ് ആണ് വരുന്നത്. ടി വി യൂണിറ്റ് വരുന്ന ചുവരിൽ നമുക്ക് ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയുടെ സൈസ് വന്നിട്ട് 12x13 നമ്മുടെ ലിവിംഗ് ഏരിയയുടെ സൈസ് വന്നിട്ട് നമുക്കിവിടെ 4x2 ടൈലാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നാണ് നമുക്ക് ഡൈനിങ് സെക്ഷൻ വരുന്നത്. വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെയും 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സെക്ഷനോട് ചേർന്നാണ് നമുക്ക് വാഷ് ബേസ് വരുന്നത്. ഇതാണ് നമ്മുടെ വാഷ് ബേസ് വന്നിട്ട് നമുക്ക് വലിയൊരു വാഷ് ബേസ് യൂണിറ്റ് ആണ് വരുന്നത്. വാഷ് ബേസിൽ ഫിറ്റിംഗ്സിൽ ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ്. വാഷ് ബേസിൽ ചെറിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് സ്റ്റോറേജും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട് നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട് വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നമുക്കിവിടെ നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ കബോർഡ് ചെയ്തിരിക്കുന്ന ബോർഡിൽ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ബോർഡിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല ഗ്രിപ്പുള്ള തേയില ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നമുക്ക് നല്ല സ്റ്റോറേജാണ് വരുന്നത്. നല്ല സ്റ്റോറേജ് വരുന്നത്. കിച്ചൺ നമുക്ക് നല്ല അത്യാവശ്യം വലിയൊരു കിച്ചണാണ് വരുന്നത്. വീഡിയോ കൂടെ ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്, വീഡിയോ ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യം നമ്മൾ ഡയറക്റ്റ് വന്ന് കണ്ടിട്ട് ഈ വീടിൻ്റെ ക്വാളിറ്റിയും അതുപോലെ വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്താനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിച്ചണിൽ നമുക്ക് ബാക്കിൽ നമുക്ക് വലിയൊരു വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ 3 ചുറ്റിലും നമുക്ക് ടെയിൽ നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് വരുന്നത്. വീട്ടിൻ്റെ 3 സൈഡും നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. നമുക്ക് 3 സൈഡും നമുക്ക് ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് വരുന്നത്. നമുക്ക് ബാക്കിൽ അഥവാ സ്റ്റോർ റൂം ഇറക്കണമെങ്കിൽ അതിനുള്ള സ്പേസും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട് ഇതാണ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് വരുന്നത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. നമ്മുടെ അകത്ത് ഡോറെല്ലാം നമുക്ക് പ്ലാവാണ് വരുന്നത്. അത് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നല്ല ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം വന്നിട്ട് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് AC പോയിന്റും ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് നമുക്ക് 12x13 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് 4x2 ടൈലാണ് വരുന്നത്. ഇത് നമ്മുടെ അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. കബോർഡ് വന്നിട്ട് നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ ബോർഡെല്ലാം നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി പ്രീമിയം ബോർഡിട്ടാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നത്. നമ്മുടെ കബോർഡിൻ്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് വാഷ്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. നമ്മുടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു വാഷ്റൂം തന്നെയാണ് വരുന്നത്. ഇവിടെയും നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്.
അതുപോലെ നമ്മുടെ വാഷ്റൂമിലെ ഡോറൊക്കെ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഡോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സെക്ഷനിൽ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ് വരുന്നത്. നമ്മുടെ സ്റ്റെയറിൽ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് വുഡിലാണ്, നമ്മുടെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് പോളിഷ്, നമ്മുടെ ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി വരുന്ന നമ്മുടെ സെൻറ്റർ ചെവിൽ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ ഫാൻസി ലൈറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട് അതിവിശാലമായിട്ടുള്ള ഒരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലെ ലിവിംഗ് ഏരിയയിൽ നമുക്ക് വലിയൊരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് നല്ല സ്റ്റോറേജ് ആണ് വരുന്നത്. ഇവിടെയും നമ്മുടെ ഈ TV യൂണിറ്റ് വരുന്ന ഈ ചെവിൽ നമുക്ക് ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് വരുന്നത്. നമ്മുടെ ഹാളിൽ തന്നെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. അതിൻ്റെ പോയിന്റും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വന്നിട്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. നമ്മുടെ അകത്തെ ഡോറെല്ലാം നമുക്ക് പ്ലാവാണ് വരുന്നത്. അത് ഫുൾ നമുക്ക് പോളിഷും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് നമുക്ക് 10x10 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4x2 തേയിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് അപ്പോസി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്ന നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇത് നമുക്ക് അതിവിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെയും വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 11x12 ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെയും വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കബോർഡിൽ നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. വാഷ്റൂം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് സാധനമാണ് ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ലിവിംഗ് ഏരിയയിൽ നമ്മുടെ TV യൂണിറ്റ് വരുന്ന പോയിന്റിന്റെ അടുത്താണ് നമ്മുടെ ബാൽക്കണിയിലോട്ട് പോകുന്ന ഡോർ വരുന്നത്. ഈ ഡോർ നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ള പ്ലാവാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല ആംബിയൻസ് ആണ്. ഈ വില്ലക്കത്തുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. എല്ലാ വീട്ടിലും ആൾ താമസമുണ്ട്. ബാൽക്കണിയുടെ സ്പേസ് വന്നിട്ട് 12x5 അടിയാണ് നമ്മുടെ ബാൽക്കണിയുടെ സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് ഹാൻഡിൽ വർക്ക്, നമ്മുടെ സ്റ്റീലിലെ ഹാൻഡിൽ വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ ഗ്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് കുണ്ടാമൻകടവ് ഭാഗത്ത്, നമ്മുടെ കുണ്ടാമൻകടവ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് 700 മീറ്റർ മാറി നമുക്ക് ചെറിയൊരു വില്ലേക്കത്താണ് നമുക്ക് ഈ വീട് സെയിലിന് വന്നിട്ടുള്ളത്. ഈ വീട്ടിൽ നമുക്ക് 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡാണ്. അതുപോലെ നമുക്കിവിടെ വലിയൊരു കാറുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണർ വരുന്നില്ല. നമുക്ക് ലൈൻ കണക്ഷനാണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ 3000 ലിറ്ററിന്റെ വലിയൊരു ടാങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെറസിൽ 1000 ലിറ്ററിന്റെ വലിയൊരു ടാങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീട് നിൽക്കുന്ന 3,100 സെന്റ് വരുന്നത്. നമുക്ക് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1450 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 58 ലക്ഷം രൂപയായിട്ട് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ലോണും ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 8 കിലോമീറ്റർ, നമുക്ക് ഇവിടുന്ന് എയർപോർട്ട് പോകാൻ 13 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തുപ്രകാരമാണ്. അതുപോലെ നമുക്ക് ഈ വീട് നിൽക്കുന്നത് പടിഞ്ഞാറ് ദർശനത്തിനാണ് വീട് വരുന്നത്. നമുക്ക് ഈ വീട് വന്നിട്ട് നമ്മൾ നല്ല കണ്ടംപററി ഡിസൈൻ, ചെറിയ കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വില്ലക്കത്തുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. എല്ലാ വീട്ടിലും നമുക്ക് ആൾ താമസവും ഉണ്ട്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലായിരുന്നാലും സ്കൂളായിരുന്നത് നമുക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഹോസ്പിറ്റലും സ്കൂളെല്ലാം തന്നെ വരുന്നുണ്ട്. ഈ വീട് പറഞ്ഞ ആർക്കും താല്പര്യമുണ്ട് താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത എന്തായാലും നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റായിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മുടെ പുതിയ വില്ലയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത പുതിയൊരു വില്ല പ്രോജക്റ്റായിട്ടാണ്. അതൊരിക്കലും എല്ലാവർക്കും ബൈ.